ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഫ്രൈഡേ മുതൽ മൺഡേ വരെയുള്ള വ്ളോഗാണ് കേട്ടോ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ദീപാവലിയുടെ അന്നത്തെ വ്ളോഗായിരുന്നല്ലോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണിത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റു. അമ്മയും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എന്നോടൊപ്പം. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് തുണികൾ കഴുകിയിടാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അമ്മ തന്നെ രാവിലെ കൈകൊണ്ട് കഴുകി. ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അമ്മ തന്നെ കഴുകിയതാണ് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ വാഷിംഗ് മെഷീനിലൊന്നും കഴുകുന്നത് ഇഷ്ടമല്ല. നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം ദീപാവലിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന പടക്കമൊക്കെ പൊട്ടിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടെറസിൻ്റെ മേലെ. അതെല്ലാം ഞാനൊന്ന് തൂത്തുവാരി ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇന്ന് അമ്മയൊക്കെ പോകുന്ന ദിവസമാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് അവർക്ക് ട്രെയിന്. ഫ്രൈഡേ ഉച്ചയ്ക്കായിരുന്നു ട്രെയിന്. തേഴ്സ്ഡേ ആയിരുന്നല്ലോ ദീപാവലി. അപ്പോൾ അമ്മ പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അങ്ങനെ കുറച്ച് ചെടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറ്റാർ വാഴ ഇതുപോലെ ഞാൻ ഒരു പീസ് എടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ അമ്മ ഒരു ചെറിയ ചട്ടിയോട് കൂടി തന്നെ എടുത്തായിരുന്നു കേട്ടോ. ഒരു പോട്ടിൽ വെച്ചേക്കുന്നത് എടുത്തു. പക്ഷെ അത് എല്ലാം കൂടി അങ്ങനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് അവസാനം അത് കൊണ്ടുപോയിട്ടില്ല. ഒരെണ്ണം ഒരു ലീഫായിട്ട് മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ കൊണ്ടുപോയത്. അത്രയും വലിയ ചെടി ഇത്രയും ദൂരം ട്രെയിനിൽ കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു ബസ്സൊക്കെ പിടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു പിന്നീട് ചെറിയൊരു പീസ് മാത്രം കൊടുത്ത് വിട്ടാൽ മതിയെന്ന്. അങ്ങനെ അമ്മ ചെടികളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അമ്മ ഇവിടെ തകൃതിയായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ് കേട്ടോ. അവർ ഒരുപാട് ദിവസം നിന്നതും ഇല്ലല്ലോ. അപ്പോൾ 2 ദിവസമാണ് നിന്നത്. പെട്ടെന്ന് പോകുന്ന പോലെ തോന്നി. അപ്പോൾ ഒരുപാട് ദിവസം നിൽക്കാത്തതിൻ്റെ ഒരു പരിഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ പോകുന്ന സമയത്ത് ഹസ്ബൻഡാണ് റെയിൽവേ സ്റ്റേഷൻ വരയ്ക്കും കൊണ്ടുവിട്ടത്. സെൻട്രൽ സ്റ്റേഷൻ വരയ്ക്കും കൊണ്ടുപോയില്ല കേട്ടോ. കാരണം ഇവിടുത്തെ അച്ഛൻ ഇന്ന് ചെക്കപ്പുള്ള ദിവസമാണ്. അതുകൊണ്ട് അച്ഛനെയും അമ്മയും കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് പിന്നീട് ഹസ്ബൻഡ് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോവും. അതുകൊണ്ട് എന്തായാലും അമ്മയും അച്ഛനെയും കൂടി ഇതുപോലെ 2 ട്രിപ്പായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പോകുന്ന സമയത്ത് തിരിഞ്ഞ് നോക്കാറില്ല കേട്ടോ. ശരിക്കും ഇവർ വന്നിട്ട് തിരിച്ച് പോകുന്ന ഈ ഒരു ദിവസം ഭയങ്കര വിഷമമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ തന്നെയാണ്. ഹസ്ബൻഡിനും എനിക്കും ഇവിടുത്തെ അച്ഛനും ഒക്കെ ഭയങ്കര വിഷമമാണ് കേട്ടോ. 2 ദിവസം നിന്നിട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ തനിച്ചായതുപോലെ ഒന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ആളും അനക്കവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പോകുന്ന സമയത്ത് തിരിഞ്ഞ് നോക്കാറില്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛന് സങ്കടം വരും. നാട്ടിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് അച്ഛൻ അകത്ത് കയറത്തില്ല. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകും. അതുപോലെ അമ്മ പോകുന്ന സമയത്ത് ആമിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ദിവസം നിൽക്കാനാണ് വരുന്നതെന്ന്. പക്ഷെ പെട്ടെന്ന് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് അവൾക്കൊരു വിഷമം ഉണ്ടായി. എന്തായാലും അടുത്ത മാസം അമ്മമ്മ കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ് അമ്മ പോയത്. പക്ഷേ അവർ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നിയായിരുന്നു. അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ആ പേരെനിക്ക് അറിയത്തില്ല. അപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതുപോലെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും എന്നെപ്പോലെയാണ് അവരും. ഇതുപോലെ അമ്മയ്ക്ക് ഒരുപാട് കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ ഇപ്പോൾ അമ്മ ഇല്ലയെന്ന് പറഞ്ഞിട്ട് എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അവർ ജീവിച്ചിരിക്കുന്ന കാലം തന്നെയാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്ക് എപ്പോഴും അമ്മയും അച്ഛനും എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മളോട് ഉള്ളവർക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും അളവില്ലാത്തതാണ്. അപ്പോൾ അത് എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോൾ തൊട്ട് ഭയങ്കര ഒരു വിഷമം തോന്നി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷമിക്കണ്ട, കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടായിരിക്കുമല്ലോ അവർ നമ്മളെ വിട്ടു പോയത്. അപ്പോൾ അതിൽ നമ്മൾ പിന്നീട് ആലോചിച്ച് നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോവാം. എനിക്ക് എന്താണ് അതിന് മറുപടി പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല കേട്ടോ. അത്രയ്ക്കും ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഞങ്ങൾ സാറ്റർഡേ ഒന്ന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞങ്ങൾ എവിടെയെങ്കിലും പോവാറുണ്ട് കേട്ടോ. വന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് ഇതിന് മുന്നേ എൻ്റെ അനിയനും വൈഫും അമ്മയും ഒക്കെ ഇതുപോലെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പഴയൊരു വ്ളോഗിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലിരിക്കാനായിട്ട്. അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങളെയും കൊണ്ട് പുറത്ത് പോവും. അങ്ങനെ ഞങ്ങൾ VR ചെന്നൈയിലാണ് വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച നമുക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ രാവിലെയാണ് പോയത്. രാവിലെ ഒന്ന് മാളിലൊക്കെ ഒന്ന് ചുമ്മാതെ ഒന്ന് കറങ്ങിയിട്ട് അന്ന് വേറെ 1-2 ആവശ്യം കൂടി ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോകണമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോയി.
അത് കഴിഞ്ഞിട്ട് മൺഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൺഡേ രാവിലെ തന്നെ ആമിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ആമിയും കുറേ ദിവസത്തെ ലീവിന് ശേഷം ഇപ്പോൾ സ്കൂളിൽ പോകുന്നതാണ് കേട്ടോ. ദീപാവലിക്കൊക്കെ മുന്നേ അവൾ ലീവായിരുന്നു, സുഖമില്ലാത്ത കാരണം കൊണ്ട്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അതിന് മുന്നേ ഞാനൊന്ന് എന്തായാലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല ക്ലൈമറ്റാണ്, നല്ല ഭംഗിയാണ് രാവിലത്തെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാണാനായിട്ട്. അങ്ങനെ ഞാൻ വന്നിട്ട് പുറത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. തലേ ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് കോവയ്ക്ക മെഴുക്ക് വരട്ടിയും മോര് കാച്ചിയതും മുട്ട വറുത്തതുമാണ് ആമിക്ക് കൊടുത്ത് വിടുന്നത്. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ, പക്ഷേ ആമിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളിൽ ഇതുപോലെ കളർ ഡ്രസ് ഇട്ടിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. പക്ഷേ ദീപാവലിയുടെ സെലിബ്രേഷനും സ്കൂളിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ദീപാവലിയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന്. അങ്ങനെ അമ്മ തയ്പ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന പാവാടയാണ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത്. പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് അവൾ പോയി. ഹസ്ബൻഡ് കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വന്നിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. ആമിക്ക് ഞാൻ ബ്രെഡ് ഓംലെറ്റാണ് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. നമുക്ക് വേണ്ടിയിട്ട് കാച്ചിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മയൊക്കെ വന്നപ്പോഴത്തേനും കാച്ചിൽ കൊണ്ടുവന്നു. അപ്പോൾ അത് ഞാൻ എന്തായാലും ഒരു പീസ് എടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും കാച്ചിലും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാച്ചിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു വിഴുവിഴുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേവിക്കാനായിട്ട് വെക്കേണ്ടത്. സാധാരണ ഒരു കലത്തിനകത്ത് നമുക്ക് വെറുതെ വേവിച്ചെടുത്താലും മതി. ഞാനിന്നിപ്പോൾ കുക്കറിലാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ മുളക് ചമ്മന്തിയും കൂടി ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മുളകിലാണ് ചമ്മന്തി അരച്ചത്. പിന്നെ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ എനിക്ക് ഈ ഒരു സംഭവം അമ്മ പറഞ്ഞു തന്നൊരു കാര്യമാണ്. അതായത് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഉടങ്കല്ലി മുളകെന്ന് പറയും. അപ്പോൾ ഈ ഒരു മുളകിനെ നമ്മൾ വിത്ത് പാകിയെടുക്കാനായിട്ട് ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നതാണ്. ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് പഴുത്ത മുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് അടച്ച് വെച്ചേക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അകലെയുള്ള വായ്വട്ടമുള്ള പാത്രമാണ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഒരാഴ്ച ഇങ്ങനെ തന്നെ വെച്ചേക്കണം. 1-2 ആഴ്ച വെച്ചേക്കണം. വെള്ളമൊന്നും ഒഴിക്കാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ മുളകെല്ലാം കൂടി ഒന്ന് അഴുകി അതിൻ്റെ വിത്ത് മാത്രമായിട്ട് വരും. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുലുക്കിയതിന് ശേഷം ഏതെങ്കിലും ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ പാകിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുളകൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇത് നമ്മൾ കാച്ചിൽ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും കാപ്പി കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അച്ഛൻ ഇന്ന് തൊട്ട് ഓഫീസിൽ പോകുന്നുണ്ട്. അങ്ങനെ അച്ഛനും കഴിക്കാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കലത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താണ് വിട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് ടെറസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഓഫീസിൽ പോകുന്നില്ല. ഇപ്പോൾ വീട്ടിലിരുന്നാണ് ഡ്യൂട്ടി. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ 1-2 അശയും കൂടി കെട്ടണമായിരുന്നു. അശയെന്ന് തന്നെയല്ലേ പറയുന്നത്, ചിലയിടത്തൊക്കെ ഇതിനെ അഴാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ തമിഴിൽ ഇതിനെ കൊടി എന്നാണ് പറയുന്നത്. കൊടി കെട്ടുക എന്ന് പറയും. അതായത് നമ്മുടെ ഈ തുണി വിരിക്കുന്ന സംഭവമില്ലേ, അതിനെയാണ് പറയുന്നത്. അങ്ങനെ കയറൊക്കെ എടുത്ത് പുതിയ കയറൊക്കെ വെച്ചിട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്. ഞാനാണ് ഇവിടെ അശ കെട്ടുന്ന ആൾ. അങ്ങനെ അഴ ഇങ്ങനെ കെട്ടി തുണിയൊക്കെ ഒന്ന് വിരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാർഡനിലെ പൂക്കളെയൊക്കെ വന്നൊന്ന് നോക്കി നിന്നു. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ക്ലൈമറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇതുപോലെ നമുക്കായിട്ടുള്ള കുറച്ച് സമയം കിട്ടുമ്പോഴത്തേക്കും വന്നിട്ട് ടെറസിൻ്റെ മേലെ വന്നിരിക്കാറുണ്ട്. ആമി സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് കൂടുതലും ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അമ്മയുടെയൊക്കെ കാര്യം പറയുകയാണ്. അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക്
ഭയങ്കര രസമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ മാക്സിമം ഇതുപോലെ കൂടുതലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ ടൈമിൽ അത്രയും ഓപ്പൺ അല്ലായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. എല്ലാ കപ്പിൾസും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് ഒരു അറേഞ്ച്ഡ് മാരേജും കൂടി ആയ കാരണം കൊണ്ട് നമുക്ക് അത്രയും അങ്ങോട്ട് കംഫേർട്ട് സോണിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ്. 1-2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതൽ പരസ്പരം അടുത്തറിഞ്ഞതും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്ത ടൈമിലാണ് അമ്മ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള വിഷമത്തിലായിരുന്നു എല്ലാവരും. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് നോർമലാകാനായിട്ട് കുറച്ച് ടൈം എടുത്തു. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ഹസ്ബൻഡിനെ അച്ഛനെ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞു പോയി എന്ന്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഞാനും ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വന്നതാണ്. ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പേർക്കത് ഹാർട്ട് ടച്ചിങ് ആവുമെന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡും ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായി പുള്ളി. എന്തു പറയാനാണല്ലേ, നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റാത്ത ചില മൊമെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ വരും. നമുക്ക് സന്തോഷം കൂടുമ്പോഴും അതുപോലെ തന്നെ സങ്കടം കൂടുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടാവുമല്ലോ. ആ ഒരു വിങ്ങലാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അനുഭവപ്പെട്ടത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സൂര്യ പോലും ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അവൾ ഇമോഷണലായി. അവളും കരഞ്ഞു എന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല, അത് ഒരുപക്ഷെ അവൾ എന്നോട് പറഞ്ഞ കാര്യം, ഫാമിലിയെ സ്നേഹിക്കുന്ന ഏതൊരു ആളിനും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരും എന്ന് പറഞ്ഞു. ശരിക്കും അത് സത്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സിറ്റുവേഷൻസൊക്കെ ഭയങ്കര മോശമായിരുന്നു കുറച്ച് നാളുകളായിട്ട്. നിങ്ങളുടെ മുന്നിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാറില്ല. എനിക്കതിനോട് താല്പര്യമില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നമ്മൾ എല്ലാ മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മളുടെ വീട്ടിലും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നാൽ പോലും ഞാൻ ഒരു ദിവസം പോലും വീഡിയോ മുടങ്ങാതെ ഇടുന്നുണ്ടായിരുന്നു. മോൾക്ക് അസുഖം വന്നതാണെങ്കിലും ഇവിടുത്തെ അച്ഛന് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇമോഷണലി വീക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മൾ വീട്ടിലെ സ്ത്രീകൾ വിചാരിച്ചാൽ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം നമുക്ക് ഒരു സങ്കടം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി സന്തോഷം നമുക്ക് വെച്ചേക്കും കേട്ടോ. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള പാഠമാണ്. ഒരുപാട് സങ്കടങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് ആഫ്റ്റർ മാരേജ്. പക്ഷേ അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് നമ്മൾ ദൈവത്തെ മാത്രം വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ പോലും നമ്മളെ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ദൈവം പരീക്ഷിച്ചിട്ട് അവസാനം നമുക്കൊരു സന്തോഷം തരും. അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അതാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ശരിക്കും എനിക്കിത് വോയിസ് കൊടുക്കുമ്പോഴേ എൻ്റെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ശരി, അത് പോട്ടെ, അതൊക്കെ വിട്ടേക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ബാക്ക് ടു റൂട്ടീനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഞാൻ ആരുടെ മുന്നിലും അങ്ങനെ കരയാൻ ശ്രമിക്കാറില്ല, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ. പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോകുന്നത്. കൂടുതലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നിലാണ് കരയുന്നത്. അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സൂര്യയുടെ അടുത്തും സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ കരയാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, അതായത് നമ്മൾ സ്ത്രീകൾ ഒരുപാട് ചില സമയത്തൊക്കെ ഭയങ്കര ബോൾഡായിരിക്കും പുരുഷന്മാരെക്കാളേറെ. എനിക്കത് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇമോഷണലി നമുക്ക് കുറച്ച് വീക്കാണെങ്കിലും ചില സിറ്റുവേഷനിൽ നമുക്ക് നന്നായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും പുരുഷന്മാരെക്കാളും.
അങ്ങനെ എനിക്കും ഈ അടുത്തിടയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതെന്താണെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് പോയപ്പോഴത്തേക്കും ആ ഒരു സങ്കടം മാറാനും മറക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നമ്മുടെ വീട്ടുജോലികളിലേക്ക് എൻഗേജ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വീട് വൃത്തിയാക്കുന്നതും വീട് ഒതുക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് എന്നെ എൻഗേജ്ഡ് ആക്കി വെച്ചേ പറ്റുള്ളൂ. ആമി സ്കൂളിൽ പോയിട്ടുണ്ട്, ഹസ്ബൻഡ് ജോലി ചെയ്യുന്നുണ്ട്, അച്ഛനാണെങ്കിൽ ഓഫീസിൽ പോയിട്ടുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ഒപ്പമുണ്ട്. പക്ഷേ എന്നാലും ഇമോഷണലി നമ്മൾ അത്രയും അങ്ങോട്ട് ഓക്കെ ആയിരിക്കില്ല. അമ്മയും അച്ഛനൊക്കെ വന്ന് പോയത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഇത്രയ്ക്കും അങ്ങോട്ട് പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് അവരെ മിസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനോട് പറയും, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി പാർക്കിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നിട്ട്, ഞങ്ങൾ കൂടുതലും മാളിലാണ് പോയിരിക്കുന്നത്, അവിടെയൊക്കെ ഒന്ന് പോയിരുന്നു ചിലപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് ശരിക്കും ഞാനൊന്ന് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടു റുട്ടീൻ എനിക്ക് വന്നേ പറ്റുള്ളൂ. അത് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ശീലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് ക്ലീൻ ചെയ്യാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ ഇതിലങ്ങോട്ടേക്ക് എൻഗേജ്ഡ് ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാം അങ്ങ് മറക്കും പെട്ടെന്ന്. പിന്നെ എനിക്ക് മറ്റുള്ള ഓർമ്മകളൊന്നും എന്നെ അലട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ വന്നിട്ട് വീടൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒതുക്കിയൊക്കെ ഇടുന്നുണ്ട്. ശരിക്കും വീട് ഇത്രത്തോളം ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ദീപാവലിയുടെ ഡീപ്പ് ക്ലീനിങ് എല്ലാം ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഞാൻ എന്നെ തന്നെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു സൊല്യൂഷനാണിത്. അങ്ങനെ എന്തായാലും കിച്ചണിൽ വന്നിട്ട് ആ ഒരു സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് കുറച്ച് ചൂര മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലാഭത്തിന് കിട്ടിയതാണ്. അമ്മയൊക്കെ പോയതിൻ്റെ പിറ്റേന്നാണ് വാങ്ങിയത്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞത്, ഇതുപോലെ ചൂര മീൻ ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ ലാഭത്തിന് കിട്ടുവാണെങ്കിൽ ഇതുപോലെ അച്ചാറിട്ട് വയ്ക്കാനായിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് അച്ചാറിടുന്നത് ചൂര മീൻ. ഒരു മീനും ഞാനങ്ങനെ നോൺ വെജ് ഒരു സാധനങ്ങളും അച്ചാറിട്ടിട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഈ മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനെടുത്ത് പിറ്റേ ദിവസം ഒന്ന് വറുത്തെടുത്തു. സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങോട്ട് മൂത്ത് പോകരുത്, എന്നാൽ നമുക്ക് അച്ചാർ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കട്ടിയായിരിക്കും. അതായത് ഒന്ന് ഫ്രൈ ആവണം എന്നരുത്, ഡീപ്പ് ഫ്രൈ ആവരുത്, എന്നാലും ഒരുപാട് ഫ്രൈ ആവാതെ ഇരിക്കരുത്. ആ ഒരു പരുവത്തിനാണ് കേട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചൂരമീൻ വറുത്തെടുത്തത്. പിന്നെ നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ഉലുവയും കൂടി ഇട്ട് താളിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-3.5 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പൊടികൾ ചേർക്കേണ്ടത്, ഇല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വിനാഗിരിയുടെ പുളിപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചൂരമീൻ ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ബോക്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതിനിടയിൽ അത് തണുത്ത് വരട്ടെ. അതിനിടയിൽ ഞാൻ എന്തായാലും ഇപ്പോൾ എനിക്ക് ദീപാവലിക്ക് അമ്മയൊക്കെ വന്നപ്പോഴത്തേക്കും ഡ്രസ്സ് എടുത്ത് തന്നൊന്നും അറിഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ആൾട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര മടിയാണ് ഇതുപോലെ തുണി തയ്ക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ സബ്സ്ക്രൈബർ അശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് വീഡിയോ കൂടി കാണിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കര മടിച്ചയാണ് തയ്ക്കുന്ന കാര്യത്തിൽ. ഞാൻ കൂടുതലായിട്ടും വീട്ടിലെ മറ്റു പണികൾ ചെയ്യാനാണ് നോക്കുന്നത് എപ്പോഴും. എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് ടൈം ഒരുപാടുണ്ട്, വേറെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഓൾറെഡി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇന്ന് എന്തായാലും തുണികൾ തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതും എനിക്ക് ഭയങ്കര റിലാക്സ് ഉള്ളൊരു കാര്യമാണ്. ആ ഒരു ചെയ്ത് തുടങ്ങുന്നതിനുള്ളൊരു മടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നീട് അങ്ങോട്ട് ചെയ്ത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്.
പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറയുന്നത് ഓരോ ഡ്രസ്സിനനുസരിച്ചുള്ള നൂല് മാറ്റണം, പിന്നെ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം, പിന്നെ ഓരോ ഡ്രസ്സിൻ്റെ ഇതിനനുസരിച്ച് ഇട്ട് നോക്കിയിട്ട് പിന്നെ ആൾട്ടർ ചെയ്തെടുക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ മടിയൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, മനസ്സാകെ ഒരു വിഷമത്തിലിരിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് എൻഗേജ്ഡ് ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തയ്ക്കുന്നതാണ്. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് പോയിട്ട് കുടിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്നേയും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മൾ ക്യാൻ വാട്ടറാണ് എടുക്കുന്നത് ഇതുപോലെ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹസ്ബൻഡ് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 2 ക്യാൻ എടുത്ത് വെച്ചേക്കും. ഓരോന്ന് തീരുന്നതിനനുസരിച്ച് മറ്റേതെടുത്ത് പൊട്ടിച്ചൊഴിക്കും. രണ്ടും കൂടി തീരുന്ന സമയത്താണ് ഞങ്ങൾ പോയിട്ട് പുതിയ വെള്ളം എടുക്കുന്നത്. കുക്കിങ്ങിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫിൽറ്റർ ചെയ്ത വെള്ളം കിച്ചണിലുണ്ട്. ഫിൽറ്റർ ഉണ്ടല്ലോ, വാട്ടർ ഫിൽറ്റർ, അതിൽ നിന്ന് എടുക്കും. പിന്നെ നമ്മൾ കുളിക്കാനും ഒക്കെ മെട്രോ വാട്ടറാണ് എടുക്കുന്നത്. അത് നമ്മുടെ കോർപ്പറേഷൻ പൈപ്പിലെ വെള്ളമാണ്. പാത്രം കഴുകാനായിട്ട് എടുക്കുന്നത് കിച്ചണിലെ ഒരു പൈപ്പ് ഉണ്ടല്ലോ, സിങ്കിലെ പൈപ്പ്, അത് ഉപ്പുവെള്ളമാണ്, ഹാർഡ് വാട്ടർ ഉണ്ട്. ഇവിടുത്തെ ബോർവെല്ലാണ് കേട്ടോ, അതാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വെള്ളമാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാ വെള്ളം കൂടി കൺഫ്യൂഷൻ ആവും. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇതുപോലെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഏതൊക്കെ വെള്ളം എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ആദ്യമൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഇപ്പോൾ അമ്മ പഠിച്ചു, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതിനിടയിൽ തന്നെ ഞാൻ തുണികളെല്ലാം ഒന്ന് ആൾട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ലൈനിങ് ഇല്ല, ലൈനിങ്ങുകളില്ലാത്ത ടോപ്പാണ്. അപ്പോൾ നമ്മൾ അടിയിൽ ഇതുപോലെ ലെങ്തുള്ള ക്യാമിസോൾ ഇടും. അപ്പോഴേക്കും നല്ല കട്ടി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചതാണ്. പിന്നെ ഈ ഒരു റെഡ് കളർ ടോപ്പില്ലേ, ഇതിൽ എനിക്ക് കഴുത്തിലൊന്ന് തയ്ച്ചെടുക്കാനായിട്ടുണ്ടായിരുന്നു, കഴുത്തിൻ്റെ പോർഷനിൽ. അത് ഞാനൊന്ന് കൈകൊണ്ട് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ, സൂചി നൂലും കോർത്തിട്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് തണുത്ത് വന്നു. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലിട്ടിട്ട് അടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ രമ്യ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മേഴ്സി ആൻറ്റിയും ചോദിച്ചു ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ലേന്ന്. ഇടയ്ക്ക് വെച്ച് തിരക്കായ കാരണം കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പകൽ സമയം എക്സസൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ വലിയ ബാക്ക് പെയിൻ ഇല്ല കേട്ടോ, ഇത് ചെയ്തതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ സ്ഥിരമായിട്ടത് കാണിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്കും ബോറടിക്കില്ലേ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേയും വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എപ്പോഴും വ്ളോഗുകളിൽ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ബാക്ക് പെയിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ ഞാനിതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ആമി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ പണികളെല്ലാം തീർത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആമി വന്നതിന് ശേഷം ഞാൻ പോയിട്ട് ഇതുപോലെ ബനാന ഇരിപ്പുണ്ടായിരുന്നു, ചെറുപഴം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു ഷാർജ അടിച്ചു. ഞങ്ങൾ 3 പേരും കൂടി അതൊന്ന് കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.